മറ്റുള്ളവരുടെ വണ്ടി പിടിച്ചെടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഫൈൻ അടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി പിടിച്ചോണ്ട് പോക്കോ എന്ത് വേണേലും നിങ്ങൾ ചെയ്തു. പക്ഷേ വണ്ടി പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ആ വണ്ടി ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടാണ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ഡ്രീമാണ് എന്നൊന്നും ചിന്തിക്കാതെ വല്ല കാട്ടുമുക്കിലൊക്കെ കൊണ്ടിട്ടിട്ട് അത് പോച്ചയും കയറി കാടും കയറി തുരുമ്പിച്ച് നാശക്കോടാലിയായിട്ട് അവസാനം കാണേണ്ട അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര പരിതാപകരമാണ്. നിങ്ങൾ പിടിച്ചോണ്ട് പോകുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ ഫൈൻ അടിക്കുന്നതിന് കുഴപ്പമില്ല, അതൊക്കെ ഗവൺമെൻറ് റൂളാണെന്ന് പറയാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ വണ്ടി പിടിച്ചോണ്ട് പോയിട്ട് അത് കാട് കയറുന്ന രീതിയിൽ അല്ലെങ്കിൽ തുരുമ്പിക്കുന്ന രീതിയിൽ അത് ഇടുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ആണ്, JCB ആ ചേട്ടൻ അതിനകത്ത് കയറി കരയുവാണ്. ശരിക്കും പറഞ്ഞത് എത്ര ലക്ഷം രൂപയുടെ വണ്ടിയാണ്, ഓരോ ഫൈനിൻ്റെ കാര്യവും പറഞ്ഞിട്ട് വണ്ടി പിടിച്ചോണ്ട് പോവുക. ആ വണ്ടി പിടിച്ചോണ്ട് പോയിട്ട് പുള്ളി പറയുന്നു 15 ദിവസത്തേക്ക് വേണ്ടിയിട്ട് വണ്ടി കൊണ്ടിട്ടതാണ്, പുള്ളി തന്നെ കൊണ്ടിട്ട് കൊടുത്തതാണെന്ന്. വണ്ടി 15 ദിവസം കഴിഞ്ഞ് ഇറക്കാമല്ലോ എന്ന് വെച്ചിട്ട്, എന്നിട്ട് 5 വർഷമായിട്ടും വണ്ടി ഇറക്കാൻ പറ്റിയിട്ടില്ല. അവസാനം ആ JCB കാടും പിടിച്ച് തുരുമ്പിച്ച് നാശക്കോടാലിയായിട്ട് അതവിടെ കിടക്കുന്നു. ഗവൺമെന്റിന് എന്താ പ്രയോജനം? അങ്ങനെ ഒരുത്തൻ്റെ വണ്ടി ലക്ഷങ്ങൾ മുടക്കി ഒരുത്തൻ മേടിച്ച് കടവും ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തൊരു വണ്ടി കാട് കയറുന്ന രീതിയിൽ അല്ലെങ്കിൽ തുരുമ്പിക്കുന്ന രീതിയിൽ കൊണ്ടിട്ടിട്ട് ഗവൺമെന്റ് എന്ത് പ്രയോജനം? ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ഒരു ഡ്രീമാണ് ഒരു വണ്ടി എന്നുള്ളത്. എന്തെങ്കിലും ഒരു നിയമം ലംഘിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മനുഷ്യന്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വണ്ടി അവന് ചിലപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അത് പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളാകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തി ചിലപ്പോൾ കാലതാമസം എടുക്കും വണ്ടി ഇറക്കാൻ. അപ്പം അത്രയും നാള് ആ വണ്ടി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ഗോഡൗണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ നിങ്ങൾ ഗവൺമെൻറ് പ്രോപ്പർട്ടീസിൽ നിങ്ങൾ കൊണ്ടിട്ടോ. പക്ഷെ അത് കേടുകൂടാതെ അവൻ ആ വണ്ടി തിരിച്ചെടുക്കുന്നത് വരെ കേടുകൂടാതെ സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് പോയിട്ട് ഒരു 4-5 പേപ്പർ എടുത്തിട്ട് അങ്ങോട്ട് സൈനിങ് ചെയ്തിട്ട് ഇത്ര രൂപ ഫൈൻ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്തേച്ചാൽ മതി. ഒരു വണ്ടി ഇറക്കണമെങ്കിൽ എന്തെല്ലാം മാലകളാണെന്നറിയോ? ഇപ്പം JCB പുള്ളിക്കാരൻ ആ വണ്ടി ഇറക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ കടത്തിലായിരിക്കാം, അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ EMI എടുത്തിട്ടായിരിക്കും ആ വണ്ടി എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ ഇടവും മേടിച്ചിട്ടായിരിക്കും ഒരു വണ്ടി എടുത്തത്. അതിങ്ങനെ നാശക്കോടാലി ആയിട്ട് ആ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആരുമല്ല, പക്ഷെ ആ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ സഹിക്കത്തില്ല. അമ്മാതിരി ഒരു ദ്രോഹമാണ് ചെയ്തത്. ഇതുപോലൊക്കെ എത്ര ആൾക്കാരുടെ വണ്ടി എന്തോരം വണ്ടിയെ പിടിച്ചിട്ടേക്കുന്നതെന്നറിയോ? നിങ്ങൾ പിടിച്ചിടുന്നതിനോ അല്ലെങ്കിൽ കുറ്റം ലംഘിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കണം, അതിന് ആരും ഒരു തെറ്റും പറയുന്നില്ല. പക്ഷെ ആ ഫൈൻ അടയ്ക്കാൻ ചിലപ്പം അന്നേരം നിവൃത്തി കാണത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അവൻ തിരിച്ച് അവൻ്റെ വണ്ടി എടുക്കുന്നത് വരെ അത് സൂക്ഷിക്കേണ്ട കടമ നിങ്ങളുടെയാണ്. അറ്റ്ലീസ്റ്റ് അത് കാട് കയറാതെ അത് തുരുമ്പിക്കാത്ത ലെവലിൽ നിങ്ങൾക്ക് അത് സൂക്ഷിക്കാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഫൈൻ അടയ്ക്കുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവന് നിവർത്തിയുള്ള എത്രയാണോ അവന് അടയ്ക്കാൻ പറ്റുന്നത് ആ ഫൈൻ അടപ്പിച്ചിട്ട് അവന് വണ്ടി കൊടുക്കുക. നിങ്ങൾക്ക് അതും പറ്റത്തില്ല, നിങ്ങൾ വലിയ ഗുണാട്ടന്മാരായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളൊരു ഫൈൻ എഴുതി അങ്ങോട്ട് കൊടുക്കും. അടയ്ക്കാൻ നിവർത്തിയില്ലാത്തവന് ലക്ഷങ്ങൾ അങ്ങോട്ട് ഫൈൻ എഴുതി കൊടുക്കും. അവൻ പിന്നെ ഇടവും മേടിക്കാൻ അവന് കാലതാമസം എടുക്കും. എന്തായാലും ഇതൊക്കെ ഭയങ്കര ദ്രോഹമാണ്, ഭയങ്കര ചീപ്പ് വരെയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചില ഗവൺമെന്റിനോടുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് പോവാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം.